ഹലോ, എല്ലാ കുട്ടികൾക്കും വിനീസ് എഡ്യൂക്കേയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 10ൻ്റെ ഫസ്റ്റ് ലെസനായ എ ലെറ്റർ ടു ഗോഡുമായിട്ടാണ്. 10th എക്സാം തുടങ്ങുകയാണല്ലോ ഡിസംബറിൽ. അവർക്ക് വേണ്ടി ഒരു ലാസ്റ്റ് മൊമെൻറ്റ് ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ ഞാൻ എ ലെറ്റർ ടു ഗോഡ് എന്ന ലെസനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആസ് ഓൾ ഓഫ് യു നോ, നിങ്ങളെല്ലാവരും ഈ ലെസൺ വായിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് അബൌട്ട് ഫെയ്ത്ത്, ഭഗവാനിൽ നമുക്കുള്ള വിശ്വാസം, റൈറ്റ്? അങ്ങനെ ലെൻചോ എന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് ശരിക്കും ദൈവം തന്നെ കൊടുത്തതാണോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മണി ഓർഡറിൻ്റെ ഫോമാറ്റൊക്കെ നിങ്ങൾ ലെസണിൽ തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെയും കാലത്തൊക്കെ ഇത് നമുക്കൊരു കേൾവി മാത്രമാണ്. പക്ഷേ എൻ്റെയൊക്കെ ചെറിയ കാലത്ത് ഞാനൊക്കെ മണി ഓർഡർ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. ഹൗ ഇൻ ദ ഓൾഡൻ ഡേയ്സ് പീപ്പിൾ യൂസ് ടു സെൻഡ് മണി ടു വൺ അനദർ യൂസിങ് ദ മണി ഓർഡർ. Okay, now coming to the point, or coming to the lesson in fact, here the lesson begins, അല്ലെങ്കിൽ ലെസൺ തുടങ്ങുന്നത് എവിടെയാണ് ലെൻചോ എന്ന് പറയുന്ന ആ ഫാമറുടെ വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. സോ ദി ഹൗസ് ദ ഓൺലി വൺ ഇൻ ദ എൻറ്റയർ വാലി സാറ്റ് ഇൻ on the crest of a low hill. From this height one could see the river and the field of ripe corn dotted with the flowers that always promised a good harvest. The only thing the earth needed was a downpour, or at least a shower. Throughout the morning, Lencho, who knew his fields intimately, had done nothing else but see the sky towards the northeast. So Lencho, who had a field of corn which he had cultivated, that particular field of ripe corn was just waiting for rain. മഴയ്ക്ക് വേണ്ടി മാത്രം കാത്തു നിൽക്കുകയായിരുന്നു അവൻ്റെ കൃഷിഭൂമി. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വളരെ അധികം ആകാംക്ഷയോടു കൂടി നോർത്ത് ഈസ്റ്റ് സ്കൈയിലോട്ട് നോക്കി ഒരു കണക്ക് കൂട്ടലിലായിരുന്നു നമ്മളുടെ ലെസൻ്റെ ഹീറോ ആയ ലെൻചോ. Now we are really going to get some water, woman. The woman who was preparing supper replied, yes, God willing. The older boys were working in the field while the smaller ones were playing near the house until the woman called to them, come for dinner. It was during the meal that, just as Lencho had predicted, big drops of rain began to fall. In the northeast, huge mountains of clouds could be seen approaching. The air was fresh and sweet. The man went out for no other reason than to have the pleasure of feeling the rain on his body. And when he returned, he exclaimed, these aren't raindrops falling from sky, they are new coins. The big drops are 10-cent pieces and the little ones are 5s. So, as expected, ലഞ്ചു എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ റെയിൻഫോൾ വന്നു. ആ റെയിൻഫോൾ തുടങ്ങിയപ്പോൾ തന്നെ അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഡിന്നറിന് ഒരുങ്ങുന്ന സമയത്താണ് റെയിൻഫോൾ ഉണ്ടായത്. അപ്പോൾ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലഞ്ചു പുറത്ത് മഴയത്ത് പോയി. ആൻഡ് ആ മഴയിൽ നിന്നിട്ട് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അകത്ത് കയറി വന്നിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഇത് മഴയല്ല, ഈ ഓരോ തുള്ളിയും കോയിൻസാണ്. ബിഗ് ഡ്രോപ്സ് എല്ലാം 10-cent പീസസ് ആണ്. ആൻഡ് ലിറ്റിൽ വൺസ് എല്ലാം 5, ചെറിയ തുള്ളികളൊക്കെ 5-cent പീസസ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ബിക്കോസ് ഈ മഴ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ചോളം, കൃഷി ചെയ്തേക്കുന്ന ചോളത്തിന് നല്ല വിളവുണ്ടാവും, നല്ല ഹാർവസ്റ്റിംഗ് കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും സന്തോഷമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ആ ചോളമൊക്കെ നല്ല പോലെ വിറ്റ് കാശുണ്ടാക്കാം. ആ ഒരു റെഫറൻസിന് വേണ്ടിയാണ് ഇവിടെ മഴയെ ഇത്രയും അധികം പുകഴ്ത്തി അദ്ദേഹം സംസാരിക്കുന്നത്. With a satisfied expression, he regarded the field of ripe corn with its flowers draped in a curtain of rain. But suddenly a strong wind began to blow, and along with the rain very large hailstones began to fall. These truly did resemble new silver coins. The boys, exposing themselves to the rain, ran out to collect the frozen pearls. ഇനിയും ഈ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ലഞ്ചോ. പക്ഷെ പെട്ടെന്ന് തന്നെ ആകെ മൂഡ് മാറി. കാരണം മഴ മാറിയിട്ട് വലിയ ഹെയിൽ സ്റ്റോൺ എന്ന് വെച്ചാൽ വലിയ ഐസ് കട്ടകൾ വീഴാൻ തുടങ്ങി ആകാശത്തു നിന്നും മഴയുടെ ഒപ്പം തന്നെ. ഹെയിൽ സ്റ്റോൺ, ഓക്കെ. ആൻഡ് ഹെയിൽ സ്റ്റോൺ വീണാൽ എന്ത് പറ്റും? ഹെയിൽ സ്റ്റോണിന് നല്ല കുറേ എണ്ണം അധികം ഇങ്ങനെ ഒരുമിച്ച് വീഴുമ്പോൾ വെയിറ്റ് ഉണ്ടാവും അതിന്.
ആ വെയിറ്റ് കാരണം കൃഷിസ്ഥലത്തെ ചെടികളൊക്കെ ഒടിഞ്ഞു തൂങ്ങിപ്പോവും, നശിച്ചു പോവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മഴ ശരിക്കും വലിയ വലിയ ആലിപ്പഴങ്ങൾ ഹെയിൽ സ്റ്റോൺ വീഴുന്ന കണ്ടാൽ ശരിക്കും തോന്നുമായിരുന്നു ലെഞ്ചോ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ കോയിൻസ് വീഴുന്നു എന്ന്. പക്ഷേ ദിസ് വാസ് ഗോയിങ് ടു ഡിസ്ട്രോയ് all the plans that Lencho had in his mind. "It's really getting bad now," exclaimed the man. "I hope it passes quickly." It did not pass quickly. For an hour the hail rained on the house, the garden, the hillside, the cornfield, on the whole valley. The field was white as if covered with salt. ആലിപ്പഴങ്ങൾ അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺ വീഴുന്ന കണ്ടപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷകൾ മൊത്തം തെറ്റി. കുറേ അധികം നേരം ഹെയിൽ സ്റ്റോൺ വീണു. അത് കാരണം ആ പ്രദേശം മൊത്തം ആ ഹെയിൽ സ്റ്റോൺ കൊണ്ട് കവറായിപ്പോയി. ഉപ്പ് കൊണ്ട് മൂടിയിട്ട പോലെയായിരുന്നു ഹെയിൽ സ്റ്റോൺ കാരണം ആ ഫുൾ പ്രദേശം കാണപ്പെട്ടത്. Not a leaf remained on the trees. The corn was totally destroyed. The flowers were gone from the plants. Lencho's soul was filled with sadness. When the storm had passed, he stood in the middle of the field and said to his sons, "A plague of locusts would have left more than this. The hail has left nothing. This year we will have no home." അപ്പം കൃഷിയൊക്കെ നശിച്ചേക്കുന്ന കണ്ടിട്ട് വളരെയധികം വിഷമത്തോടു കൂടി ലെഞ്ചോ പറയാണ്, ചെടികൾക്ക് ബാധിക്കുന്ന ലോക്കസ്റ്റ് എന്നുള്ള രോഗം വന്നായിരുന്നെങ്കിൽ പോലും ഇത്രയും നഷ്ടം നമുക്ക് വരില്ലായിരുന്നേനെ. ഇതിപ്പോൾ ഒരു ചെടി പോലും നമുക്ക് ബാക്കി കിട്ടിയില്ല. ഈ കൊല്ലം നമുക്ക് ഒരു വിളവും ഉണ്ടാവാൻ പോകുന്നില്ല. വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി ഹാർവസ്റ്റ് ആൻഡ് ആസ് എ റിസൾട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി മണി ദിസ് ഇയർ. That night was a sorrowful night. All our work was nothing. There's no one who can help us. We will all go hungry this year. സോ ഒരു കൊല്ലത്തേനുള്ള കൃഷിയാണ് നടത്തിയിരുന്നത്. അപ്പോൾ അത് മൊത്തം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. സോ ലഞ്ചോ പറയാണ്, ഇത്രയും കാലം ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ടത് ഇല്ലാണ്ടായിപ്പോയി. ആരുമില്ല നമ്മളെ ഒന്ന് സഹായിക്കാൻ. ഈ കൊല്ലം മൊത്തം നമ്മൾ വിശന്നിരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. But in the hearts of all who lived in that solitary house in the middle of the valley, there was a single hope, help from God. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ സോളിറ്ററി ആയിട്ട് നിൽക്കുന്ന ആ വാലിയുടെ നടുവിൽ ഒറ്റയ്ക്ക്, സോളിറ്ററി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു വീട്ടിലത്തെ ഓരോ അംഗങ്ങൾക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിന്മേൽ. ദൈവം അവരെ സഹായിക്കും എന്നുള്ളത്. Don't be so upset even though this seems like a total loss. Remember, no one dies of hunger. That's what they say, no one dies of hunger. All through the night, Lencho thought only of his one hope, the help of God, whose eyes, as he had been instructed, see everything, even what is deep in one's conscience. Lencho was an ox of a man, working like an animal in the fields, but still he knew how to write. The following Sunday at daybreak he began to write a letter which he himself would carry to town and place in the mail. It was nothing less than a letter to God. So ഒരു പക്ഷേ ഫാമിലി മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കുമ്പോൾ ലഞ്ചോയുടെ ഭാര്യ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, വിഷമിക്കേണ്ട, ആരും സഹായിക്കാനില്ലാത്തവരെ ദൈവം സഹായിക്കും. ആരും ഇതുവരെ പട്ടിണിയാൽ മരിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മളെ ദൈവം സഹായിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ലഞ്ചോയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നത്. ലഞ്ചോ വാസ് എൻ ഓക്സ് എന്ന് വെച്ചാൽ ഹി വാസ് എ വെരി ഹാർഡ് വർക്കിംഗ് മാൻ ഹു ഹാഡ്, അദ്ദേഹം ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയിലോട്ട് ഇറങ്ങി. കാരണം ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് പഠിക്കാൻ പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തൊക്കെ ആയാലും ലഞ്ചോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിറ്റേ ദിവസം ഒരു എഴുത്തെഴുതി. ആ എഴുത്താർക്ക് വേണ്ടിയായിരുന്നു? ഗോഡിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം തന്നെ അത് കൊണ്ടുപോയിട്ട് മെയിൽ ബോക്സിലിടും. ഇത് ദൈവത്തിന് എഴുതിയ ഒരു കത്തായിരുന്നു. ദൈവത്തിന് എഴുതിയ കത്തിൽ എന്തായിരുന്നു കണ്ടൻറ്റ്? ഗോഡ്, if you don't help me, my family and I will go hungry this year. I need 100 pesos in order to sow my field again and to live until the crop comes, because the hailstone. He wrote to God on the envelope, but put the letter inside, and still troubled, went to town. At the post office, he placed a stamp on the letter and dropped it into the mailbox. So അദ്ദേഹം അതിനകത്ത് എഴുതുന്ന, ദൈവമേ, താങ്കൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ ഫാമിലി ഈ കൊല്ലം പട്ടിണിയായിരിക്കും. എനിക്ക് അധികമൊന്നും വേണ്ട. സി, ഹി ഈസ് നോട്ട് ഗ്രീഡി അറ്റ് ഓൾ. ഹി ജസ്റ്റ് ആസ്കിങ് ഫോർ 100 pesos. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും കൃഷി ചെയ്യും.
അപ്പോൾ കൃഷി ചെയ്ത് വിളവ് വരുന്നിടം വരെ ജീവിക്കാനുള്ള ഒരു 100 പെസോസ് മാത്രമേ ലെഞ്ചോ ദൈവത്തിനോട് ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം അത് എഴുതി, ഫുൾ കഥ എഴുതി. ഹെയിൽ സ്റ്റോം കഴിഞ്ഞ് ഡോട്ട് 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 ഇട്ടേക്കുന്ന ബാക്കി കഥകൾ മൊത്തം എഴുതി എന്നുള്ളത് നമ്മളെ അറിയിക്കാനാണ്. സോ അത് മൊത്തം എഴുതി അദ്ദേഹം അതിൻ്റെ മുകളിൽ എൻവലപ്പിൻ്റെ മുകളിൽ ടു ഗോഡ് എന്നുള്ള അഡ്രസ്സ് എഴുതി. അതും കൊണ്ട് ടൗണിൽ പോയി അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാമ്പും വെച്ചിട്ട് അത് പോസ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു. One of the employees, who was a postman and also helped the post office, went to his boss laughing heartily and showed him the letter to God. Never in his career as a postman had he known that address. അപ്പം ലെറ്റർ ബോക്സിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും പോസ്റ്റ്മാൻ വന്നിട്ട് ലെറ്റേഴ്സ് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അതിനകത്തെ ഒരു പോസ്റ്റ്മാൻ ഈ ലെറ്റർ കാണാനിടവെന്നു. അദ്ദേഹം അത് കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ സർവീസിൽ ഇങ്ങനെ ഒരു എഴുത്ത് ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് നേരെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് മാസ്റ്റർ വാട്ട് കൈൻഡ് ഓഫ് മാൻ ഹി വാസ് എ ഫാറ്റ് അമിയബിൾ ഫെലോ ഹൂ ഓൾസോ ബ്രോക്ക് ഔട്ട് ലാഫിങ്. അദ്ദേഹവും അത് കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. ബട്ട് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺഡ് സീരിയസ് ആൻഡ് ടാപ്പിംഗ് ദ ലെറ്റർ ഓൺ ഹിസ് ഡെസ്ക് കമൻറ്റഡ്, വാട്ട് ഫെയ്ത്ത്, I wish I had the faith of the man who wrote this letter, starting up a correspondence with God. സോ അദ്ദേഹം ആദ്യം ചിരിച്ചെങ്കിലും പിന്നെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഈ എഴുത്തെഴുതിയ ആൾക്ക് എന്തൊരു വിശ്വാസമാണ് ദൈവത്തിന്മേൽ. എനിക്കും ഇങ്ങനെയൊരു വിശ്വാസം ദൈവത്തിന്മേൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയിലാണ് ഒരു കറസ്പോണ്ടൻസ് അദ്ദേഹം ദൈവവുമായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നേ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇൻ ഓർഡർ നോട്ട് ടു ഷേക്ക് ദ റൈറ്റേഴ്സ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ, ആൻസർ ദ ലെറ്റർ. സോ അദ്ദേഹത്തിൻ്റെ ലെഞ്ചോടെ ആ ഒരു വിശ്വാസത്തിന് ഒരു മോശം വരുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു, ഈ ഒരു എഴുത്തിന് മറുപടി അയക്കാൻ തീരുമാനിക്കുന്നു. But when he opened it, it was evident that to answer it, he needed something more than goodwill, ink and pen. But he stuck to his resolution. He asked for money from his employees. He himself gave part of his salary, and several friends of his were obliged to give something for an act of charity. സോ എഴുത്ത് പൊട്ടിച്ച് വായിച്ചപ്പോഴാണ് ഇതിനകത്ത് എഴുത്തിന് മറുപടി മാത്രമല്ല, ഈ എഴുത്തിന് മറുപടി കൊടുക്കാനുള്ള ഇങ്കും പേപ്പറും നല്ല മനസ്സും മാത്രമല്ല വേണ്ടത്, അതിൻ്റെ ഒപ്പം അതിനകത്ത് ആവശ്യപ്പെട്ടേക്കുന്ന പൈസയും അയച്ചാൽ മാത്രമേ ആ എഴുത്തിനൊരു കറക്റ്റ് ഉത്തരം ആവുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു പാർട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫിനോടും അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് നല്ല സുഹൃത്തുക്കളോടും സഹായം ചോദിച്ചിട്ട് ഈ ഒരു കാശും കൂടി ആൾ ഒപ്പിച്ച് അതിൻ്റെ ഒപ്പം അയച്ചു കൊടുക്കാൻ ശ്രമം നടത്തി. ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു ഗ്യാദർ ടുഗെദർ ദ 100 pesos. 100 pesos അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാമർ ഓൺലി എ ലിറ്റിൽ മോർ ദാൻ ഹാഫ്. സോ 100 peso മൊത്തം അയക്കാൻ പറ്റിയില്ല. പക്ഷേ he put the money in an envelope addressed to Lencho and with it a letter containing only a single word as a signature, God. The envelope-ൻ്റെ ഉള്ളിൽ ഈ കാശ് വെച്ചു, which was not 100 pesos at all because he could not collect that much, and ഗോഡിൽ നിന്നുമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഗോഡ് എന്നുള്ളൊരു സിഗ്നേച്ചർ മാത്രം വെച്ചിട്ട് ഇത് പോസ്റ്റ് ചെയ്തു. The following Sunday Lencho came a bit earlier than usual to ask if there was a letter for him. So നെക്സ്റ്റ് സൺഡേ ലഞ്ചോ തന്നെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ചോദിച്ചു, എനിക്ക് എഴുത്ത് വല്ലതും ഉണ്ടോ. ഇറ്റ് വാസ് ദ പോസ്റ്റ് മാൻ ഹിംസെൽഫ് ഹു ഹാൻഡഡ് ദ ലെറ്റർ ടു ഹിം ബൈ ദ പോസ്റ്റ് മാസ്റ്റർ എക്സ്പീരിയൻസിങ് ദ കണ്ടെയ്ൻമെൻറ്റ് ഓഫ് എ മാൻ ഹു ഹാസ് പെർഫോംഡ് എ ഗുഡ് ഡീഡ് ലുക്ക്ഡ് ഓൺ ഫ്രം ഹിസ് ഓഫീസ്. സോ ഇദ്ദേഹം വരുന്നതും ഇദ്ദേഹത്തിന് പോസ്റ്റ്മാൻ എടുത്തു കൊടുക്കുന്നതും പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. അപ്പം ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി, എക്സ്പീരിയൻസിങ് ദ കണ്ടെയ്ൻമെൻറ്റ്, നല്ല കാര്യം ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയോട് കൂടിയാണ് അദ്ദേഹം ഈ ഫുൾ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത്. ലെഞ്ചോ ഷോഡ് നോട്ട് എ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ലെഞ്ചോ എൻവലപ്പ് തുറന്ന് പൈസ കണ്ടപ്പോൾ ഒട്ടും തന്നെ സർപ്രൈസ്ഡ് അല്ലായിരുന്നു. സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്, ബട്ട് ഹി ബിക്കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. സോ ദൈവം എനിക്ക് പൈസ അയക്കും എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് അവിടെ പോയതും ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതും അതിനകത്തൊന്ന് പൈസ കാണുമ്പോൾ യാതൊരു അത്ഭുതവും ഇല്ലാതെ പൈസ എടുത്ത് എണ്ണുകയും ചെയ്തു. പക്ഷേ എണ്ണിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യഭാവം വന്നു. God could not have made a mistake, nor could he have denied Lencho what he had requested. സോ ലഞ്ചോ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല, അതുപോലെ തന്നെ ദൈവം ഞാൻ ചോദിച്ചത് ഒരിക്കലും എനിക്ക് തരാണ്ടിരിക്കില്ല.
Immediately, Lencho went up to the window to ask for paper and ink. അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ പോയിട്ട് എനിക്ക് പേപ്പറും ഇങ്കും വേണമെന്ന് പറഞ്ഞു. ഓൺ ദി പബ്ലിക് റൈറ്റിംഗ് ടേബിൾ അവിടെ പോയി അവിടെ ഇരുന്ന് എഴുതാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലെറ്ററും റൈറ്റിംഗ് ടേബിളൊക്കെ വെച്ചിട്ടുണ്ടാകും. അവിടെ പോയിരുന്നിട്ട് ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് വിത്ത് മച്ച് റിങ്ക്ലിംഗ് ഓഫ് ഹിസ് ബ്രോ. നമ്മുടെ പിരിയമൊക്കെ ഇങ്ങനെ കുറച്ച് ചുളിച്ച് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. കോസ്ഡ് ബൈ ദി എഫേർട്ട് ഹി ഹാഡ് ടു മേക്ക് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ശരിയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഭാവമായിരുന്നു മുഖത്തുണ്ടായിരുന്നത്. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ് വിച്ച് ഹി ലിക്ഡ് ആൻഡ് ദെൻ അഫിക്സ്ഡ് ടു ദി എൻവലപ്പ് വിത്ത് എ ബ്ലോ ഓഫ് ഹിസ് ഫിസ്റ്റ്. എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ വിൻഡോയിൽ പോയി സ്റ്റാമ്പ് വാങ്ങിച്ചു. സ്റ്റാമ്പ് തുപ്പൽ തൊട്ട് സ്റ്റാമ്പ് എൻവലപ്പിൻ്റെ മുകളിൽ വെച്ച് കൈ ഇങ്ങനെ ഫിസ്റ്റ് കൊണ്ടൊരു ഇടി വെച്ച് കൊടുത്തു, അത് ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ട്. ദ മൊമെൻറ്റ് ദ ലെറ്റർ ഫെൽ ഇൻ ടു ദ മെയിൽ ബോക്സ് ദ പോസ്റ്റ് മാസ്റ്റർ വെൻറ്റ് ടു ഓപ്പൺ ഇറ്റ്. അപ്പോൾ ആ പോസ്റ്റ് ബോക്സിലോട്ട് ഇട്ടതും അത് എടുക്കാൻ പോയത് പോസ്റ്റ് മാസ്റ്ററാണ്, പോസ്റ്റ് മാൻ അല്ല. പോസ്റ്റ് മാസ്റ്ററിന് ആകാംക്ഷയായിരുന്നു എന്തായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് വായിക്കാൻ. ആൻഡ് എന്തായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്? ഗോഡ് of the money that I asked for, only 70 pesos reached me. Okay, so 70 pesos ആണ് കളക്ട് ചെയ്തിട്ട് അയച്ചിരുന്നത്. Send me the rest since I need it very much. But don't send it to me through the mail because the post office employees are a bunch of crooks. Lencho. സോ അദ്ദേഹം എഴുതിയേക്കാണ്, എനിക്ക് 30 പെസോയും കൂടി വേണം, പക്ഷേ അത് ഈ മെയിലിലൂടെ അയക്കരുത്, ഈ പോസ്റ്റ്മാൻ്റെ കൂടെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ ത്രൂ അയക്കരുത്, കാരണം ഈ പോസ്റ്റ് ഓഫീസിലുള്ളവർ കള്ളന്മാരാണ്. താങ്കൾ അയച്ചിരുന്ന 100-ൽ നിന്നും 70 മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, 30 ഇവർ അടിച്ചു മാറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ലെൻചോ ഈ എഴുത്ത് എഴുതിയേക്കുന്നത്. റൈറ്റ്. സോ ദൈവം എന്ന് പറയുന്നത് ശരിക്കും ഓരോ മനുഷ്യരിലുമുണ്ട് അല്ലേ? ദൈവവുമുണ്ട് മനുഷ്യരുടെ ഉള്ളിൽ, ഡെവിലുമുണ്ട്. റൈറ്റ്. നന്മ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ കൂടുതൽ ദൈവിക ഗുണങ്ങളും തിന്മ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ കൂടുതൽ ഡെവിലിൻ്റെ കൂടുതൽ ഇൻഫ്ലുവൻസും ആയിരിക്കും ഉണ്ടാവാറ്. പക്ഷേ ബോത്ത് ദീസ് തിങ്സ് ആർ ദെയർ ഇൻ എവ്രി ഹ്യൂമൻ ബീയിങ്. Here ends the lesson, A Letter to God. Hope you have understood the whole concept. I'll come with a small MCQ based on the lesson. Thank you so much for listening. Bye bye.